അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹയർ സെക്കൻഡറി ഫസ്റ്റ് ഇയർ പ്ലസ് വണ്ണിലെ അഡീഷണൽ അറബിക്കിന്റെ ഒന്നാം ചാപ്റ്ററാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. 2026 മാറിയ പുതിയ സിലബസ് അനുസരിച്ചാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക്. ഒന്നാമത്തെ ചാപ്റ്റർ തനാഫുസ് നാദിർ, അത്യപൂർവമായ ഒരു മത്സരം. ഈ ഒരു പാഠഭാഗത്തിൽ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് പരിചയപ്പെടാം. സൗദി അറേബ്യയിൽ നടന്ന വളരെ ഹൃദയസ്പർശിയായ ഒരു യഥാർത്ഥ സംഭവമാണ് ഈ പാഠഭാഗത്ത് പ്രതിപാദിക്കുന്നത്. തങ്ങളുടെ വയോധികയായ മാതാവിനെ ആര് ശുശ്രൂഷിക്കും, ആർക്കാണ് അതിന് അവകാശം എന്നതിനെ ചൊല്ലി രണ്ട് സഹോദരങ്ങളായിട്ടുള്ള തലാൽ, ഹിലാൽ എന്നിവർ തമ്മിലുള്ള ഒരു തർക്കവും അത് അത് കോടതിയിൽ എത്തുന്നതുമാണ് ഇതിലെ ആശയം. അത് അറബി ഭാഷയിൽ അതിനാവശ്യമായ അൽഫാദുകൾ, യൂസേജസുകൾ ഒക്കെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കിട്ടും. അതോടൊപ്പം വളരെ നല്ല ഏകദേശം 3-4 ആക്ടിവിറ്റീസുകളോട് കൊണ്ട് കൂടെയുണ്ട്. നമുക്ക് അറബി ഭാഷയിൽ ഈ അൽഫാദുകളൊക്കെ എങ്ങനെ ഉപയോഗിക്കാം, അതിൽ വരുന്ന വ്യാകരണവുമായി ബന്ധപ്പെട്ട ഏതാനും നിയമങ്ങളൊക്കെ ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ആരംഭിക്കാം. لم يكن الخلاف الذي وقع بين طلال وهلال خلافا تقليديا على قطعة أرض أو ميراث. തലാൽ, ഹിലാൽ എന്നീ സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കം ഭൂമിക്കോ സ്വത്തിനോ വേണ്ടിയുള്ള ഒരു സാധാരണ തർക്കമായിരുന്നില്ല. അൽ ഖിലാഫ് തർക്കം എന്നാണ് അർത്ഥം. അല്ലതി വഖ സംഭവിച്ചിട്ടുള്ള, ഖിലാഫൻ തഖ്ലീദിയ എന്ന് നമുക്ക് അർത്ഥം കിട്ടിയിട്ടുണ്ടാവും. സാധാരണയുള്ളൊരു തർക്കമല്ല എന്നർത്ഥം. ബൽ ഹിയ ഖളിയത്തുൻ നാദിറ, മറിച്ച് അതൊരു അപൂർവമായ കേസായിരുന്നു. ഖളിയ കേസ്, നാദിറ അപൂർവമായ. യതനാഫസു ശഖീഖാനി സഊദിയാനി, സൗദികളായിട്ടുള്ള രണ്ട് സഹോദരങ്ങൾ തമ്മിൽ യതനാഫസു, അവർ തമ്മിൽ മത്സരിക്കുകയായിരുന്നു. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ടല്ലോ, ഫല്യതനാഫസിൽ മുതനാഫിസൂൻ എന്ന് പറയുന്ന. തനാഫസ് എന്ന് പറഞ്ഞാൽ മത്സരിക്കുക എന്നർത്ഥം. എന്ത് വിഷയത്തിലാണ് അവരുടെ കോമ്പറ്റീഷൻ ഉണ്ടായതെന്ന് അറിയുമോ? ഫി ഹഖ് റിആയതി വാലിദതിഹിമ അല്ലതി ജാവസത് 100 ആം, 100 വയസ്സ് കഴിഞ്ഞ തങ്ങളുടെ മാതാവിനെ സംരക്ഷിക്കാനുള്ള അവകാശം ആർക്കാണ് എന്നതിലായിരുന്നു അവരുടെ തർക്കം. ഹഖ്ഖു റിആയ, സംരക്ഷണാവകാശം. റിആയത്തുൻ സംരക്ഷണം, ഹഖ്ഖുൻ അവകാശം. ലം യതസവ്വജ് ത്വലാൽ ബഅദു, അവിടെയുള്ള ഒരു സംഗതി എന്താ വെച്ചാൽ ത്വലാല് ഇതുവരെ വിവാഹം ചെയ്തിട്ടില്ല. വലം യഹ്ലും ബി വദീഫ, അവനൊരു ജോലിയെക്കുറിച്ചും സ്വപ്നം കണ്ടിട്ട് പോലുമില്ല. യഹ്ലും സ്വപ്നം കണ്ടിട്ട് പോലുമില്ല എന്ന് വെച്ചാൽ ഒരു ജോലി വേണമെന്ന ചിന്ത പോലും അവന് വന്നിട്ടില്ല. ബൽക്കാന യറ അന്ന ഹയാതഹു റഹീന ലിഖിദ്മതി ഉമ്മിഹി അൽ മുസിന്ന, അവന്റെ ചിന്തയായിരുന്നു അന്ന ഹയാതഹു റഹീന, അവന്റെ ജീവിതം സമർപ്പിതമാണ്. ലിഖിദ്മതി ഉമ്മിഹിൽ മുസിന്ന, തൻ്റെ വയസ്സായ മാതാവിന് സേവനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തൻ്റെ ജീവിതം മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന് ചിന്തിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരാള് ജോലിയെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എൻ്റെ ഉമ്മാക്ക് സേവനം എന്ന് മാത്രമായിരുന്നു ഇയാളുടെ ചിന്ത. വക്കാന യഖൂലു ബിഹുബ്ബിൻ വഅത്ഫ്, സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അവൻ എപ്പോഴും ചോദിക്കാറുണ്ട്, മാദാ യകൂനു ശുഊറു ഉമ്മി വഅന ലാ അകൂനു ഇൻദ ഖദമൈഹാ കുല്ല ലഹ്ള, എല്ലാ നിമിഷവും ഞാൻ എൻ്റെ ഉമ്മയുടെ കൂടെ ഇല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്ക് എന്ത് തോന്നും? മാദാ യകൂനു ശുഊറു ഉമ്മി, എൻ്റെ ഉമ്മയുടെ തോന്നൽ എന്തായിരിക്കും? ശുഊർ എന്തായിരിക്കും എന്നാണ് അവൻ ചോദിക്കാറുള്ളത്. അഥവാ ഈ ഒരു ചോദ്യം ചോദിച്ചിട്ട് അവർ വിവാഹം ചെയ്യാൻ തയ്യാറാവില്ല എന്നർത്ഥം. ലഖദ് നദറ ശബാബഹു വഹയാതഹു ലഹ, അവൻ തൻ്റെ യൗവനവും ജീവിതവും ഉമ്മാക്കായി സമർപ്പിച്ചു. ലഖദ് നദറ, നേർച്ചയാക്കി എന്നൊക്കെയാണ് അർത്ഥം. അതിൻ്റെ അൽഫൽ അർത്ഥം ഇവിടെ നമുക്ക് അതിനുവേണ്ടി സമർപ്പിച്ചു എന്നർത്ഥം. തൻ്റെ ജീവിതം, തൻ്റെ യുവത്വം ഒക്കെ ഉമ്മയെ സേവിക്കാൻ വേണ്ടിയാണെന്ന് ഉറപ്പിച്ചു. വയറ അന്നൽ ഇഹ്സാന ബിഹ അസ്മാ ദർജാത്തിൽ ഇബാദ, അവൻ ഇങ്ങനൊരു കാഴ്ചപ്പാട് കൂടെ ഉണ്ടായിരുന്നു. ഉമ്മയോട് നന്മ ചെയ്യുന്നത് ആരാധയുടെ ഏറ്റവും ഉന്നതമായ പദവിയാണെന്ന്. അസ്മാ ദർജാത്തിൽ ഇബാദ, അസ്മാ എന്ന് പറഞ്ഞ അഅല, ഏറ്റവും ഉന്നതമായിട്ടുള്ള.
ദർജാത്തുൽ ഇബാദ, ആരാധനയുടെ പദവികളിൽ നിന്ന് ഏറ്റവും ഉന്നതമായ ഒന്നാണെന്നാണ് അവൻ ധരിച്ചു വച്ചിരുന്നത്. എന്നാൽ വഫിൽ മുഖാബിൽ, മറുഭാഗത്ത്, അൽ മുഖാബിൽ ഓപ്പോസിറ്റ് എന്നർത്ഥം, ഹിലാൽ മുത്തസവീജ്, രണ്ടാം സഹോദരനായിട്ടുള്ള ഹിലാൽ വിവാഹിതനാണ്. വറജുലു അഅമാൽ, അവൻ ബിസിനസ്സുകാരനുമാണ്. വറബ്ബുൽ ഉസ്ര, ഒരു കുടുംബനാഥനുമാണ്. അമൽ ജോബ്, അഅമാൽ ജോബുള്ള ഒരാളെന്ന് വെച്ചാൽ ജോലി ചെയ്യുന്നവനാണ്. റബ്ബുൽ ഉസ്ര, കുടുംബത്തെ സംരക്ഷിക്കുന്നവൻ. വകാന യറ അന്ന മിൻ വാജിബിഹി, അവന്റെ ബാധ്യതയാണെന്ന് അവൻ പറയാറുണ്ടായിരുന്നു. എന്ത്? റിആയത്തുൽ ഉമ്മി ഹഖ്ഖ റിആയ, മാതാവിനെ യഥാർത്ഥ രീതിയിൽ സംരക്ഷിക്കൽ തന്റെ കടമയാണെന്നാണ് അവൻ അഭിപ്രായപ്പെട്ടിരുന്നത്. വകാന യദ്ദഇ അന്ന മിൻ ഇംകാനിഹി തൗഫീറ കുല്ലി തസ്ഹീലാത്തിൻ ലിറിആയത്തി ഉമ്മിഹി ബിമുസാഅദതി സൗജതിഹി വ ബനാതി, തന്റെ ഭാര്യയുടെയും പെൺമക്കളുടെയും സഹായത്തോടെ മാതാവിനെ പരിചരിക്കുന്നതിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ തനിക്ക് സാധിക്കുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു. അന്ന ഇംകാനിഹി, അവന് സാധ്യമാണ് എന്ന്. തൗഫീറ കുല്ലി തസ്ഹീലാത്തിൻ, എല്ലാ ഫെസിലിറ്റീസും ഒരുക്കാൻ അവന് സാധ്യമാണ് എന്നാണ് അവൻ ആലോചിച്ചിരുന്നത്. അങ്ങനെ ഫശിലത് കുല്ലു മുഹാവല, ഈ രണ്ടാളുകളും ഉമ്മയുടെ സംരക്ഷണം ആവശ്യപ്പെട്ടു. രണ്ടാളുകൾക്കും വൈരുദ്ധ്യമായ കാരണങ്ങളാണ്. ആരിലേക്കാണ് ഉമ്മയെ ഏൽപ്പിക്കുക എന്നതിൽ കോടതി ഒരുപാട് ഇടപെടലുകൾ നടത്തിയെങ്കിൽ പോലും ഫശിലത്, എല്ലാം പരാജയപ്പെട്ടു. കുല്ലു മുഹാവല, എല്ലാ ഇടപെടലുകളും. അലസുലഹി ബൈന ഷഖീഖൈൻ, ഈ സഹോദരന്മാരുടെ ഇടയിൽ ഒരു സന്ധിയിലെത്തിക്കാൻ വേണ്ടിയുള്ള കോടതിയുടെ ഇടപെടലുകളെല്ലാം കോടതിയുടെ അല്ല, ആളുകളുടെ ഇടപെടലുകളെല്ലാം പരാജയപ്പെട്ടു. വവസലത്തിൽ ഖദിയ അമാമൽ മഹ്കമ, അവസാനം ഈ കേസ്, ഈ വിഷയം കോടതിയുടെ മുന്നിലെത്തി. വസല, എത്തിച്ചേർന്നു. ജറത് ഇജ്റാഅത്തുൽ മഹ്കമ, കോടതി നടപടികളെല്ലാം നടന്നു. ഇജ്റാഅത്ത്, നടപടികൾ. അൽ മഹ്കമ, കോർട്ട്. തലബ തലാലുൻ മിനൽ ഖാദി ഇഹ്ലാർ അൽ ഉമ്മി ലിതഖ്താറ മത്വാഹ ബിനഫ്സിഹ, മാതാവിന് സ്വന്തമായി തന്റെ താമസ സ്ഥലം തെരഞ്ഞെടുക്കുന്നതിനായി അവരെ കോടതിയിൽ ഹാജരാക്കാൻ തലാൽ ജഡ്ജിയോട് ആവശ്യപ്പെട്ടു. മത്വ, അവളുടെ അഭയകേന്ദ്രം, അവൾ താമസിക്കേണ്ട സ്ഥലം. ഇഹ്ലാർ, ഉമ്മയെ എന്ത് ചെയ്യുക, കോടതിയിൽ കൊണ്ടുവരിക എന്നൊക്കെ അർത്ഥം. ഹദ്റത്തിൽ വാലിദ, ഉമ്മ വന്നു ചേർന്നപ്പോൾ, മാതാവ് കോടതിയിൽ എത്തിയപ്പോൾ, ബിവജ്ഹിൻ മുശ്രിഖിൻ മിൻ നൂരിൽ ബറക്കത്തി വ ബറാഅത്തി സിനീൻ, അനുഗ്രഹത്തിന്റെ പ്രകാശവും പ്രായത്തിന്റെ നിഷ്കളങ്കതയും തുളുമ്പുന്ന ഒരു മുഖവുമായി ഉമ്മ എത്തിച്ചേർന്നപ്പോൾ ജഡ്ജി അവരോട് ചോദിച്ചു, യാ ജദ്ദത്തി അയ്യഹുമാ തഖ്താരീന മിൻ ഹാദൈനിൽ ഇബ്നൈൻ ലിറിആയതി, ഉമ്മ, നിങ്ങളുടെ സംരക്ഷണത്തിനായി ഈ രണ്ട് മക്കളിൽ നിന്ന് ആരെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. റഫഅത്തിൽ ഉമ്മു കഫയ്യഹ ബിവജൽ, മാതാവ് ആശങ്കയോടുകൂടെ തന്റെ ഇരു കൈകളും ഉയർത്തി. വാഷാറത്ത് ഇല ത്വലാലിൻ വഹിലാൽ, രണ്ട് മക്കളിലേക്കും ചൂണ്ടിയിട്ട് വഖാലത്ത്, അവര് പറഞ്ഞു, ബിഹുദൂഇൻ വഹനാൻ, ശാന്തതയോടെയും സ്നേഹത്തോടെയും. വശഫതാഹ മുർത്തജിഫതാൻ, അവരുടെ രണ്ട് ചുണ്ടുകളും ഇങ്ങനെ വിറക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞത് എന്താണെന്നറിയുമോ? ഹുമാ ഐനായ കൈഫ ഉഫദ്ദിൽ, അവർ എൻ്റെ രണ്ട് കണ്ണുകളാണ്, ഞാൻ എങ്ങനെ ഒരാൾക്ക് മുൻഗണന നൽകും? ഈ ചോദ്യം നോക്കൂ നിങ്ങൾ. രണ്ടും എൻ്റെ മക്കളാണ്, ഞാൻ എങ്ങനെ ഒരാളെ സെലക്ട് ചെയ്യും? ഒരാൾ അവഗണിക്കാതെ എനിക്ക് ഒരാളെ എടുക്കാൻ പറ്റില്ലല്ലോ. എൻ്റെ രണ്ട് മക്കളും എനിക്ക് സമമാണ് എന്ന് ഉമ്മ പറഞ്ഞു. ഖാന മൗഖിഫുഹ, ഉമ്മയുടെ ആ നിലപാടായിരുന്നു മൗഖിഫുൻ, നിലപാട്. റിസാലത്ത് ഉമൂമ, മാതൃത്വത്തിന്റെ സന്ദേശമായിരുന്നു. ഉമൂമ, മാതൃത്വം. ഉമ്മുൻ, മാതാവ്. ഉമൂമത്തുൻ, മാതൃത്വം. റിസാലത്തുൻ, സന്ദേശം. തുൽഹിറു ലഅഫഹ ഫിൽ ഇഖ്തിയാർ, സെലക്ട് ചെയ്യുന്നതിലുള്ള നിസ്സഹായത വെളിവാക്കുന്ന. ലഅഫുൻ,
നിസ്സഹായത, ഫിലിഖ്തിയാർ, ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്യുന്നിടത്ത് ഒരു ഉമ്മ എന്നുള്ളതിലേക്ക് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് അവിടെ ഉയർത്തിയത്. അൽ ഖദിയ്യത്തു മുഅഖ്ഖദ അൽ ഫസ്ലു ഫീഹാ ലാസിമുൻ അലൽ ഖാദി. കേസ് സങ്കീർണമാണ്, ഇതിൽ ഒരു തീരുമാനമെടുക്കേണ്ടത് ജഡ്ജിയുടെ കടമയുമാണ്. അവിടെ നമ്മുടെ പാഠഭാഗത്ത് ഒരു ചോദ്യമുണ്ട്, മഅമൻ അൻത ലിമ. സ്റ്റോറി ഇതുവരെ കേട്ടിട്ട് ആരുടെ പക്ഷത്താണ് നീ ഉള്ളത്? ലിസ്വാലിഹി അയ്യി ത്വറഫിൻ സയകൂനു ഹുക്മുൽ ഖാദി. ജഡ്ജിയുടെ വിധി ഏത് പക്ഷത്തിന് അനുകൂലമായിരിക്കും? ഈ ചോദ്യങ്ങളൊക്കെ നമ്മോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. حكم القاضي بحق رعاية الأم لهلال المتزوج مبررا بأن وجود الزوجة والبنات سيوفر للأم رعاية نسائية شاملة ومنتظمة. ഭാര്യയുടെയും പെൺമക്കളുടെയും സാന്നിധ്യം മാതാവിന് പൂർണ്ണവും ക്രമീകൃതവുമായ സ്ത്രീ പരിചരണം നൽകുമെന്ന് ന്യായീകരിച്ചുകൊണ്ട് മാതാവിനെ സംരക്ഷിക്കാനുള്ള അവകാശം വിവാഹിതനായ ഹിലാലിന് നൽകിക്കൊണ്ട് ജഡ്ജി വിധി പ്രസ്താവിച്ചു. ഹക്കമൽ ഖാദി, ഹക്കമ വിധി പ്രസ്താവിച്ചു, മുബർരിറൻ വെളിവാക്കിക്കൊണ്ട്, ന്യായം പറഞ്ഞ്. എന്താണ് ന്യായം? ഭാര്യയുണ്ട്, പെൺകുട്ടികളുള്ളത് കൊണ്ട് തന്നെ ഒരു സ്ത്രീക്ക് ഏത് രീതിയിൽ ഒരാളെ പരിപാലിക്കാൻ പറ്റുമോ അതിന് ഹിലാലിന് സാധിക്കും. എന്നാൽ മറ്റേയാൾ ഭാര്യയില്ലാത്തവൻ, മക്കളില്ലാത്തവനായതുകൊണ്ട് ഒരു പുരുഷ പരിചരണം മാത്രമേ ഇയാളിനുണ്ടാവുകയുള്ളൂ. ഉമ്മാക്ക് ആവശ്യമുള്ളത് അതല്ലല്ലോ എന്നാണ് കോടതി കണ്ട ന്യായം. അവിടെയും ചോദ്യമുണ്ട്, ഹൽ തുവാഫിഖു അല തബ്രീറാത്തിൽ ഖാദി. ജഡ്ജിയുടെ ഈ ന്യായീകരണങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇൻസറഫത്തിൽ മഹ്കമ, അങ്ങനെ കോടതി പിരിഞ്ഞു. ഇൻസറഫ സാറൽ ജവ്വു വാജിമ, അന്തരീക്ഷം മൂകമായി. കാരണം ഒരാൾക്ക് തൻ്റെ ഉമ്മയെ കിട്ടിയിട്ടില്ല. യഈസ ത്വലാലു, ത്വലാല് നിരാശനായി. തവഖഫത്തിൽ ഉമ്മു, മാതാവ് നിശ്ചലയായി. വനളറ ഹിലാലുൻ ഇലൽ ഉമ്മി വത്വലാലിൻ മിറാറം വതിക്റാറ. ഹിലാൽ മാതാവിനെയും ത്വലാലിനെയും വീണ്ടും വീണ്ടും നോക്കി. അവൻ വഅതഫ അല ത്വലാലിൻ, ഹിലാലിന് ത്വലാലിനോട് അലിവ് തോന്നി. അതഫ ഫസല്ലമ ഹിലാലുൻ അൽ ഉമ്മ ഇല ത്വലാൽ. കോടതി ഹിലാലിനാണ് ഉമ്മയുടെ സംരക്ഷണം അനുവദിച്ചതെങ്കിൽ പോലും തൻ്റെ സഹോദരന്റെ സങ്കടത്തിൽ വിഷമം കൊണ്ട് സല്ലമ ഹിലാലുൻ, ഹിലാൽ ഏൽപ്പിച്ചു. സല്ലമ ഏൽപ്പിച്ചു. ഇല ത്വലാലിൻ, ഹിലാൽ പറഞ്ഞു, ഉമ്മയെ നീ സംരക്ഷിച്ചോ എന്ന് പറഞ്ഞു. ലം തംളി ദഖായിഖ്, ഏതാനും നിമിഷങ്ങൾക്കകം. ലം തംളി ദഖായിഖ്, അധിക സമയം, അധിക സെക്കൻഡുകൾ പിന്നിട്ടില്ല. ഹത്താ തആനഖ അശ്ശഖീഖാനി ബിശിദ്ദ വബൈനഹുമൽ മാതാവിനെ നടുവിലാക്കി ആ സഹോദരങ്ങൾ ഇരുവരും ഗാഢമായി ആലിംഗനം ചെയ്തു. മക്കത്തിൽ ഉമ്മു ഇന്ദ ത്വലാലിൻ, ഉമ്മ ആ ത്വലാലിന്റെ അടുത്ത് ജീവിച്ചു. ഹത്തൻ തഖലത് ഇലാ ജിവാരി റബ്ബിഹ, അവര് മരണപ്പെടുന്നത് വരെ. ഇവിടെ നമ്മോട് ഈ ഒരു പാഠത്തിന്റെ ആക്ടിവിറ്റി ആയിട്ട് ആദ്യം ആവശ്യപ്പെട്ടിട്ടുള്ളത് ഒരായത്തും ഒരു ഹദീസും അവിടെ ഉണ്ട്. അത് വെച്ചിട്ട് അടിയിൽ കൊടുത്തിട്ടുള്ള സൂചനകളൊക്കെ വെച്ചിട്ട് ഒരു പാരഗ്രാഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന ബിറുൽ വാലിദൈൻ മിൻ അഅ്ളമിൽ വാജിബാത്തി ഫിൽ ഇസ്ലാം തതഹമ്മലു അൽ ഉമ്മു മശാഖൽ ഹംലി വൽ വിലാദ ويقدم الأبوان أعظم معاني حنان الوالدين لأبنائهما كما يبذلان جهدا كبيرا في الرعاية والحضانة منذ الصغر. لذلك تجب علينا إطاعة الوالدين لأن رضا الله تعالى مرتبط برضاهما
كما جاء في الحديث الشريف عن عبد الله بن عمرو رضي الله عنه عن النبي صلى الله عليه وسلم قال: رضا الله في رضا الوالدين وسخط الله في سخط الوالدين ومن أعظم أنواع البر أن نتواضع لهما ونكثر من الدعاء لهما بالرحمة عملا بقوله تعالى: واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. പിന്നെ ഇവിടെ ഒരു ചോദ്യമുള്ളത്, ഒരു ആക്ടിവിറ്റി ഉള്ളത്, ഈ ആദ്യ ഭാഗത്തൊക്കെ ഏകവചനം കൊടുത്തിട്ടുണ്ട്, അത് തസ്നിയാക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെട്ടുള്ളത്. ഉദാഹരണം ലമഅ അന്നജ്മു ഫിസ്സമായി, അവിടെ അന്നജ്മു എന്ന വാക്ക് നമ്മൾ എന്താക്കണം, ദ്വിവചനമാക്കിയിട്ട് യൂസ് ചെയ്യണം. ലമഅ അന്നജ്മാനി ഫിസ്സമായി. റഅയ്തു അർറജുല ഫിൽ മസ്ജിദ്, അത് റഅയ്തു അർറജുലൈനി ഫിൽ മസ്ജിദ്. ഇസ്തറ അൽ വാലിദു ഖമീസൻ, ഇസ്തറ അൽ വാലിദു ഖമീസൈനി. സല്ലംതു അല ത്വാലിബി, സല്ലംതു അല ത്വാലിബൈനി. ഹാദാ കിതാബുൻ ജദീദുൻ, ഹാദാ കിതാബാനി ജദീദാനി. അപ്പോൾ ഇവിടെ നമ്മൾ തസ്നിയാക്കുമ്പോൾ നമ്മൾ എന്താണ് കീപ്പ് ചെയ്യേണ്ടത് എന്ന് കൂടെ നമുക്കിവിടെ ആലോചിക്കാം. ഒന്നാമത്തെ കാര്യം, തസ്നിയക്ക് രണ്ട് രൂപമാണ്. ഒന്നുകിൽ അലിഫ് കൊടുത്ത് യൂസ് ചെയ്യും, അല്ലെങ്കിൽ യാ കൊടുത്ത് യൂസ് ചെയ്യും. ഉദാഹരണം, നെജ്മാനി എന്നും പറയാം, നെജ്മൈനി എന്നും പറയാം, കിതാബാനി എന്നും പറയാം, കിതാബൈനി എന്നും പറയാം. പക്ഷെ എല്ലാ സ്ഥലത്തും കിതാബാനി അലിഫും യാ കൊടുക്കാൻ പാടില്ല. അതെവിടെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടാകും, അലിഫ് കൊടുക്കേണ്ടത് ആ ഇസ്മിന് റഫ്അ കിട്ടുന്ന സമയത്താണ്. ഉദാഹരണം, അത് ഫായിലാകുമ്പോഴോ, അത് ഖബറാകുമ്പോഴോ, അത് മുബ്തദയാകുമ്പോഴോ ഒക്കെയാണ് അത് അലിഫ് കൊടുത്ത് പറയേണ്ടത്. ഇപ്പോൾ ആദ്യത്തെ ഉദാഹരണത്തിൽ ലമഅ നജ്മു ഫിസ്സമായി എന്നുള്ളിടത്ത് നജ്മ് ലമഅ എന്ന ഫിഅലിന്റെ ഫായിലാണ്, അതുകൊണ്ട് അതിന് റഫ്അ ആയതുകൊണ്ട് ലമഅ നജ്മാനി എന്ന് പറഞ്ഞു. എന്നാൽ രണ്ടാമത്തെ ഉദാഹരണത്തിൽ റഅയ്തു റജുല ഫിൽ മസ്ജിദ് എന്നുള്ളടത്ത് റഅയ്തുവിന്റെ മഫ്ഊൽ ബിഹിയാണ് അർറജുല എന്നുള്ളത്. അപ്പോൾ അതിന് ഇറാബ് നസ്ബാണ്, അതുകൊണ്ട് റജുലൈനി എന്ന് പറഞ്ഞു. അപ്പോൾ റഫ്അ കിട്ടുമ്പോൾ അലിഫ് കൊടുക്കണം, നസ്ബ് കിട്ടുമ്പോഴും ജറ് കിട്ടുമ്പോഴും യാ കൊടുക്കുമാണ്. അങ്ങനെയാണ് അതിന്റെ ഉപയോഗം. നമുക്ക് ഓരോ ഉദാഹരണം നോക്കാം. ഇസ്തറൽ വാലിദു ഖമീസൻ, അവിടെ ഖമീസുള്ളത് മഫ്ഊൽ ബിഹിയാണ്, നസ്ബാണ്, അതുകൊണ്ട് ഇസ്തറൽ വാലിദു ഖമീസൈനി എന്ന് പറഞ്ഞു. ഖമീസാനി എന്നവിടെ ഉപയോഗിക്കാൻ പാടില്ല. സല്ലംതു അല ത്വാലിബി, അവിടെ അല വന്നതുകൊണ്ട് ജറാണ് കിട്ടിയത്, അതുകൊണ്ട് സല്ലംതു അല ത്വാലിബൈനി. ഹാദാ കിതാബുൻ ജദീദുൻ എന്ന് പറയുമ്പോൾ കിതാബ് ഉള്ളത് ഖബറാണ്, അതുകൊണ്ട് റഫ്അ ആണ്, അതുകൊണ്ട് ഹാദാ കിതാബാനി ജദീദാനി എന്നേ പറയാൻ പറ്റുള്ളൂ. എന്ത് പറയാൻ പറ്റില്ല? ഹാദാ കിതാബൈനി എന്ന് പറയാൻ പറ്റില്ല. അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, ജദീദ് എന്നുള്ള വാക്ക് സിഫത്തായതുകൊണ്ട് അതും കൂടെ തസ്നിയാക്കേണ്ടി വന്നു. ഹാദാ കിതാബാനി ജദീദുൻ എന്ന് പറയാൻ പാടില്ല, ഹാദാ കിതാബാനി ജദീദാനി. അടുത്തൊരു ആക്ടിവിറ്റി നമുക്കുള്ളത്, ഇവിടെ ഇലാഫത്തിന്റെ സമയത്ത് നൂന് പോകുന്ന അതുപോലെ ഉള്ള ആ ഒരു കാര്യം പഠിപ്പിക്കാനുള്ളതാണ്. ഇവിടെ തെറ്റായ വാചകമാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്, ശരിയായ വാചകം എഴുതാനാണ്. ഗസൽതു യദൈനി അത്ത്ഫിലി എന്നിടത്ത് ഗസൽതു യദൈ അത്ത്ഫിലി എന്ന് പറഞ്ഞാൽ മതി. അഥവാ യദൈനി എന്ന വാക്ക് തിഫ്ലിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇലാഫത്ത് ചെയ്യുമ്പോൾ തസ്നിയിൽ നൂന് ബാക്കി ഉണ്ടാവാൻ പാടില്ല, നൂനെ ഒഴിവാക്കിയിരിക്കണം. അതുകൊണ്ടാണ് അവിടെ ഗസൽതു യദൈ അത്ത്ഫിലി എന്ന് പറഞ്ഞത്. ഇത് ഏതുപോലെ വെച്ചാൽ സാധാരണ ഒരു ഇസ്മിൽ തെൻവീനാണ് ഒഴിവാക്കുക. ഉദാഹരണം, റജുലുൻ, അത് നമ്മൾ ഇലാഫത്തിയാണെങ്കിൽ റജുലു എന്നാണ് പറയുക. അപ്പൊ എന്ന പോലെ ഇവിടെ തസ്നി ആയി കഴിഞ്ഞാൽ ആ തെൻവീന് പകരം നൂനാണ് പോവുക. അടുത്ത ഉദാഹരണം നോക്കൂ, റഅയ്തു ഐനൈനി അൽ അസദി, അവിടെ റഅയ്തു ഐനൈൽ അസദി. മുഹന്ദിസാനി അൽ മശ്രൂഇ ബാരിആനി എന്ന് പറയുമ്പോൾ മുഹന്ദിസാൽ മശ്രൂഇ ബാരിആനി, അവിടെ എന്ത് ചെയ്തു? നൂൻ ഒഴിവാക്കി. അവിടെ സൈഡിൽ എഴുതിയിട്ടുണ്ട് ദ്വിവചനം അമ്മ മുലാഫാക്കുമ്പോൾ അവസാനത്തെ നൂന് ഒഴിവാക്കണം എന്ന്. അപ്പൊ അതാണ് ഈ ഒരു പാഠത്തിൽ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റിയിൽ നമ്മൾ കിട്ടേണ്ട ആശയം. ഇനി അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് അടുത്തുള്ളത്. ഓരോന്നും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അൽ ജന്നത്തു തഹത അഖ്ദാമിൽ ഉമ്മഹാത്ത്, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ വസഖതുഹു ഫീ സഖതിഹിമാ, ബിറുൽ വാലിദൈൻ മിൻ അഹബ്ബിൽ അഅ്മാലി ഇലല്ലാഹ്, അൽ വാലിദാനി ബാബാനി മഫ്തൂഹാനി ഇലൽ ജന്ന, അൽ ഉമ്മു ഹിയൽ മദ്രസത്തുൽ ഊല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക, ആവശ്യക്കാരിലേക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക.